നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗോഡിന് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്താണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ആയിട്ട് ഇപ്പം ഒരു അല്ലാത്തൊരു ബുദ്ധിമുട്ടിലിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഹാപ്പി മൊമെന്റ്സും ആയിരിക്കും. എന്തുമായാലും ഗോഡിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് നമുക്ക് നോക്കാം. സോ എനിക്കിവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ക്രോസ് റോഡിലാണ് എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെയും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ക്രോസ് റോഡ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നിട്ട് നമുക്ക് ഒരുപാട് ഡയറക്ഷൻ ഉണ്ട്. ഇപ്പോൾ കരിയർ, ഫോർ ലൈഫ്, ഫാമിലി, ഇങ്ങനെ അങ്ങനെ ഒരു ഏത് നിങ്ങൾ എൻ്റെ നടുക്ക് നിൽക്കുന്നു, നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന പോലെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത്. പിന്നെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കണം. എന്താണ് യൂണിവേഴ്സ് എനിക്ക് കിട്ടുന്ന സോറി എന്താണ് എനിക്ക് യൂണിവേഴ്സിന് കിട്ടുന്ന മെസ്സേജ്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനോട് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് അതിന് കുറച്ചും കൂടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ചില സബ്ജക്റ്റ് ഒന്ന് അല്ലെങ്കിൽ ചില പ്രോജക്റ്റ് വിട്ട് കളയുന്നു, അങ്ങനെയൊക്കെ. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം യൂണിവേഴ്സ് പറഞ്ഞ ആ ഒരു പ്രൊജക്റ്റിനെ എടുത്തിട്ട് കുറച്ചും കൂടെ കൂടുതൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആണെങ്കിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഒരാളിൽ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തോ അതിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാം. 7 ഓഫ് ഫോൺസ് റിവേഴ്സ്ഡ്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാല് നിങ്ങൾ കറക്റ്റ് ഒരു പാത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ചൂസ് ചെയ്ത പാത്ത് കറക്റ്റ് ആണോ, ഞാൻ ചൂസ് ചെയ്ത കോഴ്സ് കറക്റ്റ് ആണോ, ഞാനിപ്പോൾ ഫോറിൻ കൺട്രീസിലോട്ട് പോകാൻ പോകുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണോ. എന്തായാലും എനിക്ക് ഈ ടാരറ്റ് റീഡിങ്ങിലോട്ട് കാണുന്നത് നിങ്ങൾ പോകുന്ന വഴി കറക്റ്റ് ആണ്, അത് ചൂസ് ചെയ്യുക, അതിലോട്ട് പോകുക. പിന്നെ എനിക്കിവിടെ ഒരുപാട് ട്രാവൽ കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം ട്രാവലിങ്ങിലായിരിക്കും. ഓക്കെ, എന്തുമായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ ട്രാവലിംഗ് ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നു പറയുന്നു. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ പല കാര്യങ്ങളും, ട്രാവൽ ചെയ്യുന്ന കൺട്രീസിലോട്ട് ജസ്റ്റ് എന്തെങ്കിലും ചെയ്ത് ടിക്കറ്റും എടുത്ത് ബുക്ക് ചെയ്ത് പോകുന്നതല്ലാതെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, അതിനെപ്പറ്റി കുറച്ചും ഡീറ്റെയിൽ ആകുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, ഇത് ട്രാവലിങ്ങിന് മാത്രമല്ല, നിങ്ങളുടെ ഏത് ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ അതുപോലെ റെസൊനേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വൈസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തി, വയസ്സായ വ്യക്തി എന്നല്ല, ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തെറ്റുകളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, അപ്പം കുറച്ചും കൂടെ ഈ വീഴ്ചകളും തെറ്റുകളും പറ്റാതിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, ഡിലിജന്റ് ആയിട്ട് നോക്കുക. ഓക്കെ, സോ 7 ഓഫ് സോഡ്സ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്തില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യാതെ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലോട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഫോറിൻ ആണോന്നില്ല, എവിടെയെങ്കിലും ട്രിപ്പ് പോയി അവിടെ ചെന്നിട്ട് നിങ്ങളൊരു പാഠം പഠിക്കും, അയ്യോ ഞാനത് ചെയ്യേണ്ടതായിരുന്നല്ലോ. അങ്ങനെ ലൈഫിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ തോന്നിക്കാണും, ഇത് എൻ്റെ ലൈഫിൽ നേരത്തെ സംഭവിച്ചാണല്ലോ എന്നുവെച്ചാൽ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ, അല്ലെങ്കിൽ ഇപ്പം ഒരു ജോബ് ചൂസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ ഓക്കെ ആ ജോബ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഓക്കെ കിട്ടി, അതിന് വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്തു. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത്, അയ്യോ ഞാൻ ഇതിനു വേണ്ടി കുറച്ചും കൂടി റിസർച്ച് ചെയ്യണോ, അതല്ല ഞാൻ ഉദ്ദേശിച്ച പോലുള്ള ഒരു കമ്പനി അല്ലല്ലോ ഇത് എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സ് പറയുന്നത് കുറച്ചും കൂടെ ഡിലിജന്റ് ആകുക, അപ്പൊ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോകാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് കാണുന്ന വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ കുറെ പാഠങ്ങൾ പഠിച്ചു. ഓക്കെ, പക്ഷെ ആ പാഠങ്ങൾ എപ്പോഴും ഓർക്കാറില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ വീണ്ടും വീണ്ടും അതേ മിസ്റ്റേക്കുകൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒരു തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഇനി അങ്ങനെ ചെയ്യല്ല, അല്ലെങ്കിൽ ഇതാണ് സംഭവം. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് എന്ന് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന്, ഓക്കെ ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടായിരിക്കാം ഇത് ബ്രേക്കപ്പ് ആയത്, അല്ലെങ്കിൽ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ആവണ്ടായിരുന്നു ഫസ്റ്റ്, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും. നെക്സ്റ്റ് ഡേ നിങ്ങൾ പോയി ഇത് തന്നെ ആവർത്തിക്കും. അപ്പൊ അതാണ് എനിക്ക് കാണുന്നത്.
പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര കെയർ ഫ്രീ ആയിട്ട് ഒരു പ്ലേ വെച്ചാൽ കളിച്ച് നടക്കുകയാണ്. ഓക്കെ, ആ ഒരു കളിച്ച് നടക്കുന്നത് മാറ്റണം. നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ ഗോൾസിനെ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും ഈ ഫ്രീ ടൈം ഈ വെറുതെ ടി വി കണ്ടോ യൂട്യൂബ് കണ്ടോ ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കുന്നതിന് പകരം ഒരുപാട് നിങ്ങളുടെ ഡ്രീം എന്താ, നിങ്ങളുടെ ഗോൾ എന്താ, ലൈഫ് എന്താ, അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് അതിനോടുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആകുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കൊണ്ടുവരിക. ഓക്കെ ഓക്കെ പിന്നെന്ന് വെച്ചാൽ എനിക്ക് കാണുന്ന വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്തിട്ട് പുതിയതൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, പുതിയ ഇപ്പം ട്രാവൽ ചെയ്ത് പുതിയൊരു കൺട്രിയിലോട്ട് പോയി അവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ലൈഫിൽ എന്തോ എൻഡ് ചെയ്തിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആകുക. അതാണ് യൂണിവേഴ്സിറ്റി പറയാനുള്ളത്. എപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എപ്പോഴും മനസ്സിലൊരു ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ ആണോ തെറ്റാണോ എടുക്കുന്നത്, ഇതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, അല്ല നിങ്ങൾ പോകുന്നത് ശരിയാണ്. ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, ദ ലവേഴ്സ്. ഇവിടെ ഒരു അലാമിങ് എനർജി ഒന്നുമില്ല. ഓക്കെ, അപ്പൊ അലാമിങ് എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും തെറ്റുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങളുടെ ലൈഫിലോട്ട് നടക്കുന്നു, അങ്ങനെ ഒരു രീതിയും എനിക്ക് കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണ്. ഇവിടെ എനിക്ക് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മുഖത്തൊരു മാസ്ക് ഇട്ട് നടക്കുന്ന പോലെയാണ്. നിങ്ങൾ ഫേക്ക് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ പല വിഷമങ്ങളും പ്രത്യേകിച്ച് ഈ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഉള്ളിൽ കുറച്ച് വീക്കായിട്ടുള്ള വ്യക്തിയാണ്. എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരിപ്പം ഒരു ഫ്രണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒരു മാസ്ക് ഇട്ട് ഞാനൊരു സ്ട്രോങ് പേഴ്സൺ ആണ്, എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എനിക്കിത് കിട്ടും. പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷെ പുറമേ നിങ്ങളിത് കാണിക്കുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷേ ഞാനിത് പറയുന്നത് മാസ്ക് ഊരി മാറ്റി എല്ലാവരും നിങ്ങളുടെ ഉള്ളിലുള്ള കാണിക്കണമെന്നല്ല. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ ഉള്ളിലുള്ള ആ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും വിഷമങ്ങളും അതിനെ അത് ഒന്ന് വർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, മനസ്സിലായോ? അത് കുറച്ചും കൂടെ വർക്ക് ചെയ്തെടുത്ത്, അല്ലാതെ മാസ്ക് മാറ്റണം. ചില സമയത്ത് മാസ്ക് നല്ലതാണ്, നമ്മുടെ എല്ലാ പേഴ്സണൽ സിറ്റുവേഷനും എല്ലാവരോടും പറയണമെന്നും ഇല്ല. ഓക്കെ, സോ ദ നെക്സ്റ്റ് കാർഡ്, ടു ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ ഭയങ്കര ഡേ ഡ്രീമേഴ്സ് ആയിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒരുപാട് എന്താ പറയാ ഈ ദിവാസ്വപ്നം കണ്ട് നടക്കുന്നെന്ന് പറയില്ലേ, അതുപോലെ ഡേ ഡ്രീം ചെയ്ത് നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒന്നോർത്താൽ നല്ലതാണ്, സ്വപ്നങ്ങൾ കാണുന്നത് ഭയങ്കര നല്ലതാണ്. സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ, അത് നടത്തിയെടുക്കാനും നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീണ്ടും വീണ്ടും എനിക്ക് ഓരോ കാർഡ്സ് കാണിച്ചാൽ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലായ്മ കുറച്ചുണ്ട്, അതൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കണം.